നമസ്കാരം. A1 വാർത്താ ചാനലിലേക്ക് സ്വാഗതം. AKTA കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്വാഗത സംഘം കൺവീനർ PP ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീ KV ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി E ജനാർദ്ദനൻ റിപ്പോർട്ടും വരവ് ചെലവ് കണക്ക് ട്രഷറർ AK ശ്രീധരനും അവതരിപ്പിച്ചു. കൺവെൻഷനിൽ ശ്രീ K രമേശൻ നന്ദി അർപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C രവീന്ദ്രൻ, TA സുനിൽകുമാർ, ബേബി ഗിരിജ എന്നിവർ നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഈ പരിപാടിയിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുള്ള ചേർന്നുള്ള സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാളാണ് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള AS കുട്ടപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള E ജനാർദ്ദനൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ C രവീന്ദ്രൻ, സുനിൽകുമാർ, ശ്രീമതി ബേബി ഗിരിജ, ജില്ലാ ട്രഷറർ ശ്രീ AK ശ്രീധരൻ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് EP കുഞ്ഞിരാമൻ, അതുപോലെ നിരവധി പേർ ചേർന്ന് മാനക്കുട്ടൻ അതുപോലുള്ള ആളുകൾ ചേർന്ന് AKTA എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുമ്പോൾ തയ്യൽ തൊഴിലാളികൾ വർഗം എന്ന നിലയിൽ സംഘടിക്കണമെന്ന ആശയം ഏറെക്കുറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിന്റെ നിരന്തരമായ പ്രക്ഷോഭ സമരങ്ങളുടെയും ഇടപെടലുകളുടെയും ഒക്കെ ഭാഗമായി കേരളത്തിലാദ്യമായി, രാജ്യത്താദ്യമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് കേരളത്തിൽ ആദ്യമായി തയ്യൽ തൊഴിലാളികൾ നിയമത്തിന് ഉടമകളാകുന്ന സാഹചര്യം. തയ്യൽ തൊഴിലാളികൾക്ക് തനിച്ചായിട്ടുള്ള ക്ഷേമനിധി നിയമം കേരളത്തിൽ നടപ്പിലാകുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അക്ഷീണം പണിയെടുത്ത ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അഭിമാനപൂർവമാണ് നമ്മൾ ആ പദ്ധതിയെ നോക്കിക്കാണുന്നത്. ശേഷം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ട്രേഡ് യൂണിയൻ സംഘടനകൾ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് കടന്നു വരികയും ഇപ്പോ മനസ്സിലാക്കുന്നത് 79ഓളം സംഘടനകൾ കേരളത്തിൽ തയ്യൽ തൊഴിലാളികളുടെ പേരിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വിരോധാഭാസം എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള സാഹചര്യത്തിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ കൺവെൻഷൻ നടക്കുന്നത്. ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ CITU, BMS, INUC, AITC പോലുള്ള ദേശീയ പല ജില്ലകളിലും തയ്യൽ തൊഴിലാളികളെ ക്ഷേമനിധിയിൽ ചേർക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച. തയ്യൽ തൊഴിലാളികൾ ഒരു വർഗം എന്ന രീതിയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തികച്ചും സ്വതന്ത്രമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇതിൽ നിന്നുള്ള ആളുകളെ പറഞ്ഞ് സംഘടനയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നു. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായും സംഘടന ചില്ലയായ പ്രവർത്തനം നടത്തി അതിലൂടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ട് എല്ലാ ആളുകളിലേക്കും എല്ലാ കാര്യങ്ങളും എത്തിച്ചേരണം, വളരെ വേഗതയിൽ എത്തിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കി സാധാരണ അംഗങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് AKTA എന്ന് പറയുന്ന നമ്മുടെ സമര സംഘടന സമരം ചെയ്ത് നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങളെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ആളുകളായി മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വതന്ത്രമായി നിന്ന് എല്ലാ പരിമിതികളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ദേശീയ സംഘടനയ്ക്ക് രൂപം നൽകാൻ കഴിയും. AKTA എന്ന് പറയുന്നത് പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ആളുകളുണ്ടാവും. തിരുവനന്തപുരത്ത് നടത്തപ്പെടുകയും ചെയ്തു കഴിഞ്ഞതാണ്. നമ്മളെക്കാൾ വളരെ വേഗതയിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തയ്യലുള്ള ആളുകൾക്കും ബാധകമായ നിയമനിർമ്മാണത്തിന് വേണ്ടി എന്തുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിലുള്ള MP-മാർ MLA-മാർ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് കഴിഞ്ഞില്ല. അവരതിന് തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ട്
ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയും അതിന്റെ ഭാഗമായി ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ നിരവധി സമരങ്ങൾ നടത്തുകയും മേഖലയിൽ തൊഴിലാളികൾക്കായിരുന്നാലും ഒരാളെ പോലും അതിൽ ആ കൂട്ടത്തിൽ നിന്ന് അതിൽ അംഗത്വം കൊടുക്കുന്നതിനോ സംരക്ഷണം കൊടുക്കുന്നതിനോ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ദേശീയ സമ്മേളനത്തിലൂടെ നമ്മൾ വീണ്ടും പല ആവശ്യവുമായി തൊഴിലാളികൾക്ക് തനിച്ചായ ഒരു ക്ഷേമ നിധി തന്നെ കേരളത്തിലാകെ ബാധകമായ ഇന്ത്യയിലാകെ തൊഴിലാളികൾക്ക് ബാധകമായ രീതിയിൽ ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റുകളിൽ നടത്തണം എന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പ്രവർത്തനമാണ് DWFI എന്ന് പറയുന്ന ദേശീയ സംഘടനയും ബന്ധപ്പെട്ട് നാം നടത്തിയെന്ന് തോന്നുന്നു. ഞാനത് പറയാൻ കാരണം മറ്റൊന്നല്ല, എന്തുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇന്ത്യ രാജ്യത്തെ തയ്യൽ തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി അവരുന്നതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല, പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ